തിരുനട അടയ്ക്കുന്നതോടെ ശബരിമല കാനനത്തിൽ അവശേഷിക്കുന്നവരിൽ ഉൾപ്പെട്ടവരാണ് മണിയനും മണികണ്ഠനും. ഭക്തർ നടക്കിയിരുത്തിയ ഇവർക്ക് സന്നിധാനത്തെയും പരിസര പ്രദേശങ്ങളിലെയും അതിജീവന പാതകളും സ്ഥലങ്ങളും മനപ്പാടമാണ്. നടപ്പന്തലും പ്രദേശവുമാണ് നട അടച്ചു കഴിഞ്ഞാൽ ഇവരുടെ താവളം. സന്നിധാനത്തെ എല്ലായിടവും മണിയനും മണികണ്ഠനും സുപരിചിതമാണ്. മണിയൻ ശബരിമലയിലെത്തിയിട്ട് 7 വർഷമാകുന്നു. മണികണ്ഠൻ 5 വർഷവും. ഭക്തർ അയ്യപ്പന്റെ തിരുമുറ്റത്ത് നടക്കിരുത്തിയതാണ് ഇവരെ. അതിനാൽ തന്നെ ഭഗവാന്റെ അന്തേവാസികളായ ഇരുവരും ഭക്തരുടെ അരുമകളുമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഡ്യൂട്ടിക്കായി എത്തുന്നവർ സ്ഥിരമായി ആദ്യം തേടുന്നത് ഇവരെയാണ്. കണ്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിനവും പലയിടങ്ങളിലായി ഇരുവരെയും കാണും. ഒന്നിച്ചാണ് മണിയനും മണികണ്ഠനും ഉണ്ടാവുക. അയ്യപ്പന്റെ അനുഗ്രഹമാണ് വന്യമൃഗങ്ങൾ നിറഞ്ഞ കൊടുങ്കാട്ടിലെ ഇവരുടെ അതിജീവനം. മണികണ്ഠൻ ഇവിടെ വന്ന് 5-6 വർഷങ്ങളായി. അത് സ്പോൺസർ ചെയ്തതാണ്. പക്ഷേ ഇത് വലിയ മൃഗങ്ങളുള്ള സ്ഥലത്ത് ഇത് ജീവിച്ച് നല്ല നിൽക്കുന്നുണ്ട്. ആൾക്കാരുടെ ഇടയിൽ കൂടി എന്തൊരു ശല്യമില്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആൾക്കാരും നല്ല തവയൊക്കെ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. പിലാവിൻ്റെ തവയും മറ്റേതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം വന്ന് ഇവിടെ നിൽക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവും. താഴെ വരെ പോവും. 108 പടി വരെ പോവും. 108 പടി കഴിഞ്ഞാൽ പിന്നെ മേലെ വരും. ഇവിടെ നിഴലിൽ നിൽക്കും. ആരും ഒരു ഉപദ്രവമല്ല. അത് ഇത്രയും ജീവിതങ്ങളെല്ലാം കൊണ്ട് കടുവാവും മറ്റേ പുളിയും ചെറുത്തൊക്കെ ഉള്ള സമയത്തും കൂടി ഇത് നല്ല ജീവിച്ച് നിൽക്കാണ്. അയ്യപ്പന്റെ അനുഗ്രഹത്തോണ്ട്. സന്നിധാനം, പാണ്ടിത്താവളം എന്നിവിടങ്ങളിലാണ് സീസണിൽ കാണുന്നതെങ്കിലും നടയടയ്ക്കുന്നതോടെ ഇവർ നടപ്പന്തലിലേക്ക് ചേക്കേറി സുരക്ഷിതരാകും. ഇനി ഇവരുടെ കൂടി കാത്തിരിപ്പാണ്. അടുത്ത മണ്ഡല മകരവിളക്ക് സീസണായി. ആളും അനക്കവും ശരണമുഖരിതവുമായ സന്നിധാനത്തിനായി. പൂങ്കാവനത്തിലെ അയ്യന്റെ പ്രജകളായി തുടരുകയാണ് മണിയനും കൂട്ടുകാരനും. ഈ വന്യതയിലെ അതിജീവനത്തിന്റെ വഴികൾ ഇവർക്ക് ഹൃദയസ്ഥമാണ്. ക്യാമറമാൻ സനൽകുമാറിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.